നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം. ഒന്ന് ഫുള്ളായിട്ട് ചെയ്യണമെന്ന് നോക്കായിരുന്നു, പക്ഷെ ഫുള്ളായിട്ട് ഇനിയിപ്പോ ചെയ്താല് അതിനുള്ള പാത്രം നമുക്ക് ഇല്ലാണ്ട് നമ്മള് എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി പരിപാടി തുടങ്ങാം. നമുക്ക് പിറക്കി ഇട്ട് കൊടുക്കാം. ചിക്കൻ എന്ത് ചെയ്തതാണെന്നൊന്നും എന്നോടാരും ചോദിക്കരുത്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം, ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയുക. പിന്നെ ഇത് കാട്ടുവഴിയാണ് കേട്ടോ. ഇത് നമ്മുടെ കാട്ടുവഴി, നമ്മൾ കാട്ടിൽ വെച്ച് ചിക്കൻ ഉണ്ടാക്കുന്നതാണ് കാട്ടുവഴി എന്ന് പറഞ്ഞത് കേട്ടോ. ഇത് നല്ലതാ, വേറുള്ള കോഴിയാണ്, കണ്ടാ അറിയാലോ എല്ലാവർക്കും. മേടിച്ച ആളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം തിരുമ്മി കൊടുക്കാം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാട്ടിൽ വെച്ച് ഉണ്ടാക്കിയ കറിയല്ലേ, അതുകൊണ്ടേ അങ്ങനെ ഞാൻ പറഞ്ഞ കാട്ടുകോഴിന്ന്. ഇങ്ങനെ നമ്മുടെ ചിക്കൻ്റെ നമ്മള് മസാല എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കരിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പിന്നെ പെരിഞ്ജീരകം, മുളക് പൊടി, കുരുമുളക് പൊടി. പിന്നെ നമ്മൾ വേറെ എക്സ്ട്രാ മസാല ഒന്നും ചേർക്കുന്നില്ല. എല്ലാം കൂടെ നല്ലപോലെ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഞെരടുകയാണ്. ഞെരടിയിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ നമ്മള് ഇതിന് കുറച്ച് ക്യാരറ്റ്, തക്കാളി, സവാള അത്ര എടുത്തിട്ടുണ്ട്, പച്ചമുളക് കേട്ടോ അത്ര എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിന് വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല, ബട്ടറാണ് ചേർക്കുന്നത്. അപ്പൊ ഇതൊക്കെ എളുപ്പം നല്ല കുക്കിംഗ് ആയിട്ടോ നമ്മുടെ. നമ്മുടെ ബട്ടറൊക്കെ അലുത്തു പോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ നമുക്ക് അടച്ചു കൊടുക്കാം. ഞാൻ ചിക്കൻ അടുപ്പത്ത് വെച്ചു, എല്ലാം ചേർത്ത് മസാലയൊക്കെ ചേർത്ത് അടുക്കി പിറക്കി എല്ലാം കുഴച്ച് മറിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം 2 ദിവസമായിട്ട് ഇവിടെ കിടന്ന് കളിക്കുകയല്ലേ, ഇനി കൊണ്ടുപോകാനുള്ള സാധനം എല്ലാം അടുക്കി പിറക്കി വെച്ചു. ഇനി ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ആവുമ്പോൾ ഇവരൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് വരാം. ഓക്കെ. തറ പോലെ ചൂടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങുണ്ട്, റൗണ്ട് പീസ് കിടക്കുന്നില്ലേ. ഇത് ഉരുളക്കിഴങ്ങാണ്. ഇത് മോനെ ഇവിടെ ഇരുന്ന് കഴിച്ചാലോ? വെക്കട്ടെ, ഇരുന്ന് കഴിച്ചാലോ? നന്നായിട്ടുണ്ടോ? അയ്യോ തന്നെ വീടില്ല. വായോ, വായോ മോനെ. നല്ല ചൂടുണ്ട്, എല്ലാരും കൂടെ ഞാൻ തടിയിലോട്ടിരിക്കും. ഉരുളക്കിഴങ്ങുണ്ട്, എല്ലാം ഉണ്ടല്ലേ, ക്യാരറ്റ്. അതും അതിലിട്ട് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം ഇട്ട്. ബീട്രൂട്ടില്ല. നമുക്ക് ഹോസ്റ്റലുണ്ട്. നമുക്ക് എറണാകുളത്ത് ഹോസ്റ്റലുണ്ട്. എന്നെയാണോ? സൂപ്പർ.
അങ്ങനെ നമ്മൾ മാമലക്കണ്ടത്ത് വന്ന് 2 ദിവസം അടിച്ചു പൊളിച്ചു. ഇന്ന് നമ്മൾ പോകുന്ന ദിവസമാണ്. അപ്പൊ കുറെ ആൾക്കാരെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു. എല്ലാവരുമായി സന്തോഷമായി. ഞാൻ എൻ്റെ ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത കഴിച്ച് എല്ലാവർക്കും ഉപ്പ് നോക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. അടുത്ത എൻ്റെ ഹോസ്റ്റലിലേക്ക് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇവിടെ വരിക, മാമലക്കണ്ടത്ത് വന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോവുക. അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. ഓക്കെ, ബൈ ബൈ. ആ പിള്ളേരെല്ലാം എന്നെ ഇട്ടേച്ച് കയറിപ്പോ. ഇതെല്ലാം ഞാൻ തന്നെ ചുമ്മണ്ട ഗതികേട് വന്നു. എന്താ പിള്ളേർ ഇവരെവിടെ പോയതാണോ? നമുക്കിനി എന്തായാലും പോകണമല്ലോ, വണ്ടി എടുത്തോണ്ട് പോവാം. തന്നെയായി എല്ലാവരും എന്നെ ഇട്ടേച്ചിങ്ങ് പോകുന്നില്ലേ?